വാർദ്ധക്യത്തിൽ അബ്രഹാമിനും സാറായ്ക്കും ദൈവം കനിവ് നൽകിയ മകൻ ഇസഹാക്ക്. 100 വയസ്സ് കഴിഞ്ഞ അബ്രഹാത്തിനും 90 കഴിഞ്ഞ സാറായ്ക്കും പിറന്ന മകൻ ഇസഹാക്ക്. അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് അബ്രഹാത്തിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി. ദൈവം നമ്മോട് കാണിച്ച കരുണ. അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തരുമെന്ന് ചെയ്യുന്ന ദൈവം, എന്റെ പരിചയവും അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ആസിമാരോടൊപ്പം ഇസഹാക്ക് നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. കർത്താവേ, മോറിയയിൽ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ ഒരു ബലിവേദി എടുക്കണം. ആ ബലിവേദി നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹനബലി അർപ്പിക്കണം. വാർദ്ധക്യത്തിൽ ജനിക്കുന്ന പകരനെ അയ്യോ, ഞാൻ സാറയോടൊത്ത് പറയും, ഞാൻ എന്റെ മകനോടൊത്ത് പറയും. ദൈവമേ, ഈ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരു പക്ഷേ എന്റെ തോന്നലുകളാണ്. ദൈവം ഒരു തോന്നലല്ല. ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെ കൊണ്ട് എവിടെയെങ്കിലും ഓടി വിളിച്ചാൽ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്നും അബ്രഹാമിന്റെ ഒളിച്ചോടാൻ ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. കഴുതയ്ക്ക് ചീനിയിട്ടോ ബലിക്ക് വേണ്ട വിറകും കീർവിക്കുക. യാത്രയ്ക്ക് തയ്യാറായിക്കോളും. ഞങ്ങളെത്തി. ശരി. എവിടേക്കാ ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹനബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം. മനസ്സോടെ ബലി അർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ
ദൈവം പ്രസാദിക്കും. ദേ, അപ്പന്റെ കൈ പിടിച്ചോണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോ നന്നായി പ്രാർത്ഥിക്കണം. കനിവിന്റെ നിധിവേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരണേന്ന്. ദേ, മോനെ സൂക്ഷിച്ചോണേ. വേഗം മടക്കി കൊണ്ടുവരണം. എനിക്കിവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയാനും. വിശ്വസിക്കാൻ കഴിയില്ല. ദൈവം വാക്കുപാലിച്ചു. അദ്ദേഹത്തിന് സാധ്യമായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത്? നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാണ്. അബ്രഹാം തേരാവിന്റെ പുത്രനല്ല, ദൈവത്തിൻ്റെതാണ്. ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ മോനെ? ഇസഹാക്കിന്റെ അവകാശി ആരാ? ആ ദൈവത്തിന്റെ മടക്കി ചോദിച്ച മകനെ വേണം എന്ന് ദൈവം പറഞ്ഞ മനസ്സോടെ കുറിക്കട്ടെ. ഞാൻ കർത്താവേ, ഇതാ ഞാൻ ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം, ഇതാ ഞാൻ കുട്ടിയുടെ മേൽ കൈവയ്ക്കുന്നത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്ക വിധി നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേയും എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കും.
പാഠമാക്കണം. ലോകത്ത് മറ്റെന്തിനേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.